ഹായ് ഫ്രണ്ട്സ്, ട്രൈബ് അച്ചീവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുന്നത്തൂർ കോട്ടയിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ് പുന്നത്തൂർ കോട്ട. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയതെന്ന് പ്രശസ്തി ആർജിച്ച ആന വളർത്തൽ കേന്ദ്രമാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലാണ് പുന്നത്തൂർ കോട്ട. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് ഇവിടെ വളർത്താറ്. ഏകദേശം 40-ലധികം ആനകൾ പുന്നത്തൂർ കോട്ടയിൽ ഉണ്ട്. പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. ആദ്യം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റിന്റെ ഫീസ് എന്ന് പറയുന്നത്. കയറി വരുമ്പോൾ തന്നെയുള്ള ഈ നോട്ടീസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആനകളുടെ സ്വഭാവം പ്രവചനാതീതമാണ്. അവ ഏതു സമയത്തും അപകടകാരികളായേക്കാം. സന്ദർശകർ ആനകളുടെ അടുത്തേക്ക് പോകരുത്. ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെ കോട്ടപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയും മുൻ കൊട്ടാരവുമാണ് പുന്നത്തൂർ കോട്ട. പുന്നത്തൂർ കോട്ട ഒരു കാലത്ത് ഒരു പ്രാദേശിക ഭരണാധികാരിയുടെ കൊട്ടാരമായിരുന്നു. ഈ കോമ്പൗണ്ടിൽ ഒരു 4 കെട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഒരു പരമ്പരാഗത ചതുരാകൃതിയിലുള്ള ഭവനം, മധ്യമുറ്റവും പുന്നത്തൂർ രാജാവിൻ്റെ വകയായിരുന്നു. ഈ സമുച്ചയത്തിൽ ശിവനും ഭഗവതിക്കും സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും ഉണ്ട്. ക്ഷേത്രത്തിലേക്ക് ആചാരപരമായ വഴിപാടായി ധാരാളം ആനകളെ കൊണ്ടുവരുന്നു. ഈ കൂറ്റൻ സസ്തനികൾക്കൊപ്പം ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ ചിലവഴിക്കാനാകും. വികൃതിയായ ആനക്കുട്ടികളുടെ കളിച്ചിരികൾ കാണുന്നത് ഒരു വിനോദ അനുഭവമാണ്. രോഗബാധിതരായ ആനകളെ പരമ്പരാഗത രീതിയിൽ എങ്ങനെ ചികിത്സിക്കുന്നുവെന്ന് കാണാനുള്ള അവസരം ഈ സ്ഥലം നിങ്ങൾക്ക് നൽകുന്നു. വിവിധ ആചാരപരമായ പ്രകടനങ്ങൾക്കായി ആനകൾക്ക് നൽകുന്ന പരിശീലനവും കാണാം. പ്രശസ്ത മലയാള സിനിമയായ ഒരു വടക്കൻ വീരഗാഥയിലെ മമ്മൂട്ടി അഭിനയിച്ച ചില രംഗങ്ങൾ ഈ ലൊക്കേഷനിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വന്തം കേരളത്തിലെ പല മേഖലകളിലും ഉത്സവങ്ങളിലും ആനകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാന വിവരങ്ങളായിട്ട് നിങ്ങളടുത്ത് ആദ്യമായി ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ഇനി ഇതിലെ കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ട് മുന്നോട്ട് നടക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആനക്കൂട്. ആനകളെ മെരുക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ആനക്കൂടെന്ന് പറയുന്നത്. ആനക്കൂടിനോട് ചേർന്ന് തന്നെ മൈതാനങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ആനകളെ നിർത്തി പരിപാലിക്കുന്നതും അവിടെ നിൽക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആരും തന്നെ ആനയെ കാണാൻ പോകുമ്പോൾ അതിൻ്റെ ഒരുപാട് അടുത്തേക്ക് ചെന്ന് നിൽക്കാൻ പാടുള്ളതല്ല. പല സ്ഥലങ്ങളിലും അവർ നോട്ടീസ് വെച്ചിട്ടുണ്ട്. ആനകളുടെ സ്വഭാവം എപ്പോൾ മാറുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ വളരെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ദൂരത്ത് നിന്ന് തന്നെ അതിനെ കാണാൻ ശ്രമിക്കുക. ആരും അടുത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കരുത്. ഇതിനകത്തുള്ള പച്ചപ്പ് നിറഞ്ഞ മരങ്ങളുടെ ഭംഗിയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആനകൾക്കായിട്ട് ഇവിടെ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. നടന്നു വന്നപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണിത്. ആ ഒരു ആനയെ കുളിപ്പിക്കുകയാണ്. ആനകളെ അടുത്ത് കാണുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ നടന്ന് കാണാം.
അങ്ങനെ നടന്നു വന്നപ്പോൾ ദേവദാസ് എന്ന് പറയുന്ന ഒരു കുട്ടിക്കൊമ്പനെയാണ് നിങ്ങളിവിടെ കാണുന്നത്. തൃശ്ശൂർ ഗുരുവായൂർ ഒരു കല്യാണം കൂടാൻ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് പുന്നത്തൂർ ആനക്കോട്ടയിലേക്ക് ഞങ്ങൾ എത്തിയത്. ഒരുപാട് സമയം ചിലവഴിക്കാൻ ഇല്ലാത്തതിനാൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നും തിരിക്കുന്നതിനായിട്ട് ആനകളോട് ടാറ്റ പറഞ്ഞിറങ്ങി.